കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത് ഒരു ഒരു രോമാഞ്ചിഫയിങ് മൊമെൻ്റ് ആയിരുന്നു അല്ലേ. പലർക്കും ഒരു സിനിമാ നടൻ ഒരു CM ആകുന്ന കാഴ്ച, ജോസഫ് വിജയ് എന്നും ഞാൻ എന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേക്കും അത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ആളുകൾ അത് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇനിയൊരു പുതിയ കാലമാണ്, ഒരു വിജയ് കാലമാണ്. ദ ടൈം സ്റ്റാർട്ട്സ് നൗ എന്നൊക്കെ വിജയ് ഇന്നലെ പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ടായി. അതൊക്കെ ആവേശമായിരുന്നു. TV പ്രവർത്തകർക്ക് തമിഴ്നാട്ടിലൊരു പുതിയ പാർട്ടി വരുന്നു, വെറും 14 മാസം പ്രായമുള്ള പാർട്ടി ഭരിക്കാൻ എത്തുന്നു എന്നത് തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്നതാണ്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. രാവിലെ 9:30 സെക്രട്ടേറിയറ്റിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കും. മെയ് 13 മുമ്പായി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. അതേസമയം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തമിഴ് തായ് വാഴത്തിന് മുമ്പ് വന്ദേ മാതരം ആലപിച്ചതിന് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തു. പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാരോപിച്ച് CPM-ഉം CPI-യും രംഗത്തെത്തിയത് TVK പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അജയ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, അത് തന്നെയാണ് അതിനിടയിൽ ഒരു വിവാദം വരുന്നു. തമിഴ് തായ് വാഴ്ത്ത് വന്ദേ മാതരം ജനഗണമന അത് കഴിഞ്ഞാണ് തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അവിടെ വെച്ച് തന്നെ അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു ഇതിപ്പോൾ തന്നെ വിവാദമാകും എന്നതിനെ സംബന്ധിച്ചും അവിടെ തന്നെ ഉണ്ടായിരുന്നു ചർച്ചകൾ. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറിയതെന്ന് പറയേണ്ടി വരും. ഭൂരിപക്ഷം തീരുമാനിക്കണം, അത് ബുധനാഴ്ച മറ്റന്നാൾ വരെയാണ് ഗവർണർ കൊടുത്തിരിക്കുന്ന സമയം എന്നതുകൂടി മനസ്സിലാക്കുന്നു. 99 പുതിയ MLA-മാരാണ്, അതായത് നിയമസഭയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്താൽ വയ്ക്കാൻ പോകുന്നത്. ചരിത്രം അല്ലേ? തീർച്ചയായിട്ടും വിജയ് ഉൾപ്പെടെ 99 MLA-മാരാണ് പുതുമുഖങ്ങൾ ഈ നിയമസഭയിലുള്ളത്. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിജയ് ഒരു പുതുമുഖമാണ്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പുതുമുഖമാണ്, MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഭരണ മികവ് തെളിയിക്കേണ്ടത് അത് വിജയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഭരണത്തിലേറെ ഇന്നലെ തന്നെ അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്ത് 200 മെഗാവാട്ട് വൈദ്യുതി സൗജന്യം, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സ്ക്വാഡ്, ലഹരി വിരുദ്ധ സ്ക്വാഡ്, ഇതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ അധികാരത്തിലേറിയ വിജയുടെ മുന്നോട്ടുള്ള പോക്കും അതും സിനിമാ സ്റ്റൈലിലാകും എന്നുള്ള സൂചനകളാണ് ഇന്നലെ തന്നെ വന്നു തുടങ്ങിയത്. വിജയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പോക്കിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമാണ് ഈ ഇപ്പോൾ DMK മുന്നണി വിട്ട് ഈ TVK-യിൽ വന്ന് വിജയ്ക്ക് പൂർണ്ണ പിന്തുണ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇടത് പാർട്ടികളായിട്ടുള്ള CPI-യും CPM-ഉം പിന്നെ VCK ആണെങ്കിലും പിന്നെ IUML ആണെങ്കിലും അവരെല്ലാം DMK മുന്നണിയിൽ തന്നെ നിന്നുകൊണ്ടുള്ളൊരു പിന്തുണയാണ് വിജയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു നൂലിന്മേൽ കളി തന്നെയാണ് ഇപ്പോഴുള്ള നിയമസഭയിലുള്ള വിജയുടെ പോക്കെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കേവലം ഈ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ച ഒരു അനുഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെയല്ല വിജയ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും നിരവധി വർഷത്തെ ഒരുപാട് രാഷ്ട്രീയ കളം മാറി ചവിട്ടലുകളും പല ഒരു നാടകങ്ങളും എല്ലാം മുന്നിൽ കണ്ടിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. പക്ഷേ വിജയ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ സഖ്യകക്ഷികളെ കൂടെ പിന്തുണയുമായി നിൽക്കുന്ന മറ്റ് പാർട്ടികളെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇന്ന് എന്തായാലും MLA-മാരുടെ സത്യപ്രതിജ്ഞ സഭയിൽ നടക്കും. രാവിലെ 9 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ ആ ചടങ്ങ് നടക്കുക. മറ്റ് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഉൾപ്പെടെ നാളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ന് സഭയിൽ തന്നെ വരുമ്പോൾ വിജയ്ക്ക് മുന്നിലുള്ള ഒരു പ്രതിസന്ധിയായി ഉള്ളത് തമിഴ് തായ് വാഴത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ആദ്യം പാടിയത് വന്ദേ മാതരമാണ്. അതിനുശേഷം ഇപ്പോൾ ദേശീയഗാനം പാടി, പിന്നാലെയാണ് തമിഴ് തായ് വാഴ്ത്ത് പാടിയത്. സാധാരണ തമിഴ്നാട്ടിൽ ഉള്ള ഒരു പൊതു പരിപാടികളിൽ സാധാരണയായി നടക്കാറുള്ളത് തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുകയും പിന്നാലെയാണ് ഈ ദേശീയഗാനം ഉൾപ്പെടെ ആലപിക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഈ പുതിയ രീതി അത് തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. DMK-യും അതുപോലെ CPI-യും എല്ലാം വിജയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിജയ് തന്നെ നിയമസഭയിൽ വിശദീകരണം നൽകണം എന്നാണ് CPI ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് പിന്നാലെ TVK-യുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആദവ് അർജുനെയാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി X-ൽ കുറിച്ചിട്ടുള്ളത്. ഇതിൽ ആദവ് അർജുന പറയുന്നത് ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് വന്ദേ മാതരം ആദ്യം ആലപിക്കേണ്ടി വന്നത്.
ഇനി തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരമൊരു രീതി അത് ഉപയോഗിക്കില്ല എന്നും ആദവർജുന പറഞ്ഞിരുന്നു. TVKയുടെ അഭിപ്രായത്തിലും ആദ്യം ആലപിക്കേണ്ടത് ഈ തമിഴ് തായ്വാഴ്ത്ത് തന്നെയാണ്. അത്തരമൊരു കാര്യം തന്നെയാണ് പാർട്ടി അഭിപ്രായവും. പക്ഷേ ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് TVKയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിനെയാണ് നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലൊരു സിനിമാ സ്റ്റൈൽ പോരാട്ടം തന്നെയായിരിക്കും നിയമസഭയിൽ ഇന്ന് മുതൽ അരങ്ങേറാൻ പോകുന്നത്. ഒരു 6 മാസത്തേക്ക് നിലവിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുമെന്നാണ് MK സ്റ്റാലിൻ മുൻ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ സ്വന്തം പിന്തുണയുള്ള ഈ ഇടത് പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരമൊരു എതിർപ്പ് വന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള വിജയുടെ പോക്ക് അത് തീർച്ചയായിട്ടും ദുഷ്കരം തന്നെയായിരിക്കും. അതുതന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഭൂരിപക്ഷം തെളിയിക്കണമെന്നുള്ള കാര്യം മറ്റന്നാളാണ് ഉണ്ടാവേണ്ടത്. AIADMKയിൽ 30ഓളം MLA-മാർ ഒരു പക്ഷേ കൂടെ നിൽക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ TVKയുടെ പ്രസ്താവന, ആദവർജുന TVKയുടെ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കായിക മന്ത്രി പറയുന്നതും അതുതന്നെയാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ആണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് തന്നെയാണ്. CPI CPM ഉൾപ്പെടെ VCK ഉൾപ്പെടെ വല്ലാത്തൊരു ക്ഷീണം ആ ഒരു തമിഴ് തായ് വായ്ത്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ട്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.